ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചിത്രകലയിൽ താൽപര്യമുള്ളവരും വരയ്ക്കാൻ കഴിവുള്ളവരുമായ പലർക്കും പ്രദർശനങ്ങൾ നടത്താൻ കഴിയാറില്ല. ഇത്തരത്തിലുള്ളവരെ സംഘടിപ്പിച്ച് പ്രദർശനം ഒരുക്കുകയാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചിത്രരേഖ ആർട്ട് സൊല്യൂഷൻസ്. ഈ സദുദ്യമത്തെ പിന്താങ്ങിക്കൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. മുന്നിയൂർ ഹൈസ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കർമ്മസമിതി നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസ് മാർച്ച്. ആർക്കെതിരെ അന്വേഷണം വന്നാലും അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നതാണ് UDF നയമെന്ന് കെ മുരളീധരൻ MLA. UDF മേഖലാ യാത്ര നിശ്ചയിച്ച പോലെ നടക്കുമെന്നും കെ മുരളീധരൻ. NGO യൂണിയൻ നേതാവിന്റെ അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് NGO യൂണിയൻ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച്. വാർത്തകൾ വിശദമായി. ആർക്കെതിരെ അന്വേഷണം വന്നാലും അന്വേഷണവുമായി മുന്നോട്ട് പോകുക എന്നതാണ് UDF നയമെന്ന് കെ മുരളീധരൻ MLA. UDF മേഖലാ യാത്ര നിശ്ചയിച്ച പോലെ നടക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കണം. കൂടെ നിന്ന് കാലുവാരുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാകണം പാലക്കാട്ട് കഴിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേതൃമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും കേരളത്തിൽ നടക്കുന്നില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ആര് പറഞ്ഞു നേതൃമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരു ഭാഗത്തും നടക്കുന്നില്ല. പ്രതിച്ഛായയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ജാഥയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം. 19-ാം തീയതി കാലത്ത് 10 മണിക്കാണ്. തൃപ്തി എല്ലാവർക്കും ഒരു കാര്യത്തിലും പൂർണ്ണ തൃപ്തിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അസംതൃപ്തി ഒന്നുമില്ല. അതാണ് ആർക്കെതിരായിട്ട് പരാതി വന്നാലും അന്വേഷിക്കുക എന്നുള്ളതാണ് UDFന്റെ നയം. അതനുസരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഒന്നുകിൽ അന്വേഷണ ഏജൻസി പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കാണുകയോ അല്ലെങ്കിൽ കോടതി കുറ്റം അത് സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ചെയ്യാത്തിടത്തോളം കാലം പ്രതിപക്ഷം ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതനുസരിച്ച് രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. അതായത് കൂടെ നിന്ന് കാലുവാരുന്നതിനുള്ള ഒരു അവസാനത്തെ ആയിരിക്കണം പാലക്കാട് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന മുഴുവൻ ആളുകളും, കാരണം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ലൈസൺ കമ്മിറ്റിയുടെ കൺവീനർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ആരെയൊക്കെയാണോ കുറ്റക്കാരാണെന്ന് കാണുന്നത് അത് ഗോത്രം നോക്കാതെ തന്നെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇത് ഭാവിയിൽ ആവർത്തിക്കും. ഭരണസ്വാധീനം ഉപയോഗിച്ച് KK അനീഷ് മാഷിന്റെ മരണത്തിന് ഉത്തരവാദിയായ പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് EK വിജയൻ MLA. മുന്നിയൂർ ഹൈസ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വടകര താലൂക്ക് ഓഫീസിലേക്ക് കർമ്മസമിതി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഇര എടച്ചേരിയിലെ KK അനീഷിന്റെ മരണത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് കർമ്മസമിതി വെള്ളിയാഴ്ച വടകര താലൂക്ക് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. അധ്യാപകന്റെ മരണത്തിന് ഉത്തരവാദികളായ മുന്നിയൂർ ഹൈസ്കൂൾ മാനേജർ സെയ്ദലവിയെയും ഗൂഢാലോചനയിൽ പങ്കാളികളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. EK വിജയൻ MLA സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അനീഷിനെതിരെ കള്ളപ്പരാതി നൽകാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടർ കോയെ അറസ്റ്റ് ചെയ്തതോടെ ഗൂഢാലോചനയുടെ ചുരുളഴിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണസ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കോയ ചെയ്ത തെറ്റിന്റെ അടിസ്ഥാനത്തിൽ കോയെ റിമാൻഡ് ചെയ്തു. അതേപോലെ ഈ മാനേജർ ഇന്ന് ഒളിവിലാണ്. ഈ പ്രദേശത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ക്രൈംബ്രാഞ്ച് അതിന്റെ അന്വേഷണവുമായി ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പിയെ മാറ്റി ഇന്ന് പുതിയൊരു ശശിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
MLA-മാരായ CK നാണു, KK ലതിക, KSTA ഭാരവാഹികൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തി. സിറ്റി പോലീസ് ഓഫീസിലെ ക്ലാർക്കും NGO യൂണിയൻ സിറ്റി ബ്രാഞ്ച് വൈസ് പ്രസിഡന്റുമായ K. ബാലാജിയെയാണ് സസ്പെൻഡ് ചെയ്തത്. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E. പ്രേംകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റി പോലീസ് ഓഫീസിലെ ക്ലർക്കും NGO യൂണിയൻ സിറ്റി ബ്രാഞ്ച് വൈസ് പ്രസിഡന്റുമായ K. ബാലാജിയെ അകാരണമായി സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ബാലാജിയെ തിരിച്ച് അതേ ഓഫീസിൽ തന്നെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. PWD ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാപരമായ വിരോധം വെച്ചുകൊണ്ട് നിരന്തരമായി സിറ്റി പോലീസ് ഓഫീസിലെ NGO യൂണിയൻ അംഗങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ബാലാജിയെ നിങ്ങളങ്ങ് സസ്പെൻഡ് ചെയ്താൽ ഈ സംഘടന അങ്ങ് പൊളിഞ്ഞു പോകുമെന്നുള്ള ധാരണയുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, NGO യൂണിയന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ റബ്ബർ പന്താണ്. അങ്ങോട്ടടിച്ചാൽ അതിന്റെ ഇരട്ടി സ്പീഡിൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ആ സ്പീഡിൽ തിരിച്ചു വരുന്ന സമയത്ത് അത് നെഞ്ചത്തേറ്റ് തലയടിച്ചു വീഴാതെ നോക്കിക്കൊള്ളണം ഈ പോലീസ് ഓഫീസിലെ ചില ആശാന്മാർ. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള നാറികളാണ്. അതുകൊണ്ട് പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സസ്പെൻഷൻ പിൻവലിക്കുന്നതുൾപ്പെടെ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. രാജചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി P. അജയകുമാർ, M. മുരളീധരൻ, സുജാത കൂടത്തിങ്ങിൽ എന്നിവർ നേതൃത്വം നൽകി. കുരുവട്ടൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിൽ കുടിവെള്ളം ലഭ്യമാവുന്നില്ല, കൃഷികൾ വരണ്ടുണങ്ങുന്നു എന്നീ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ കർഷക മോർച്ച കളക്ടറേറ്റ് ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി VV രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിഞ്ഞുണങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുമായാണ് കർഷകർ ഉപരോധ സമരത്തിനെത്തിയത്. ദാഹജലം തരൂ, ജീവൻ രക്ഷിക്കൂ, ജലസേചനം നൽകൂ, കൃഷിയെ രക്ഷിക്കൂ എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് ഭാരതീയ ജനതാ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ കയ്യിൽ ഒഴിഞ്ഞ കുടവും കരിഞ്ഞുണങ്ങിയ കാർഷിക വിളകളുമായാണ് ഉപരോധ സമരത്തിനെത്തിയത്. കുറ്റ്യാടി ജലസേചന പദ്ധതി കനാൽ തുറക്കാത്തത് കാരണം കുരുവട്ടൂർ പഞ്ചായത്തിലെ 14, 15, 16, 17 വാർഡുകളാണ് കുടിവെള്ളവും ജലസേചന സൌകര്യങ്ങളുമില്ലാതെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ പറഞ്ഞു. കുടിവെള്ളമില്ലാതെ ഒരു പ്രദേശം വീർപ്പുമുട്ടുകയാണ്. ദാഹജലത്തിന് വേണ്ടി അവർ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അവരുടെ എല്ലാമായിട്ടുള്ള കൃഷി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നശിച്ച കൃഷി നേരിട്ട് കാണിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വേറിട്ട സമരത്തിന് അവരിന്ന് തയ്യാറായി വന്നിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാലൻ അധ്യക്ഷം വഹിച്ചു. ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. എലത്തൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ്, മഹിളാ മോർച്ച സെക്രട്ടറി ബിന്ദു എന്നിവർ സംസാരിച്ചു. ഖുർആൻ പഠനം ഇഹപര നന്മയ്ക്ക് എന്ന പ്രമേയവുമായി സലഫി ലേണിംഗ് റിസർച്ച് സെന്ററിന്റെ സംസ്ഥാന സംഗമം മെയ് 10 കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കുമെന്ന് SLRC ഭാരവാഹികൾ പറഞ്ഞു. സംഗമത്തിൽ സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. 26 വർഷം പൂർത്തിയാക്കിയ SLRC മെയ് 10 ഞായറാഴ്ച കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വിജ്ഞാന മത്സരങ്ങൾ, പുസ്തക പ്രകാശനം, സാംസ്കാരിക സമ്മേളനം, അവാർഡ് ദാന പൊതുസമ്മേളനം എന്നീ സെഷനുകളാണ് ഉള്ളത്. സാംസ്കാരിക സമ്മേളനം കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അവാർഡ് ദാന പൊതുസമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി P. K. അബ്ദുറബ്ബും ഉദ്ഘാടനം നിർവഹിക്കും. കൂടാതെ MLA-മാരായ A. പ്രദീപ് കുമാർ, C. മമ്മൂട്ടി, കോഴിക്കോട് ജില്ലാ കളക്ടർ N. പ്രശാന്ത്, KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി PP. ഉണ്ണിക്കുട്ടി മൌലവി, P. K. അഹമ്മദ്, ISM സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ IA. അബ്ദുൾ മജീദ് സൊലാഹി, M. അഹമ്മദ് കുട്ടി മദനി, ISM സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് മേലതിൽ, SLRC ഡയറക്ടർ KV. അബ്ദുൽ ലത്തീഫ് മൌലവി എന്നിവർ വിവിധ വകുപ്പുകളിൽ സംബന്ധിക്കും. 15 വയസ്സ് മുതൽ 70 വയസ്സുവരെയുള്ള പഠിതാക്കളാണ് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ.
അതിൽ ഡോക്ടർമാരും വ്യവസായികളും എഞ്ചിനീയർമാരും പ്രൊഫസർമാരും പോലീസ് ഓഫീസർമാരും ഓട്ടോ ഡ്രൈവർമാർ തൊട്ട് വിദ്യാർത്ഥികൾ വരെയുള്ള ഒരു കലാശാല, ഒരു കരിക്കുല കലാശാലയാണ് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. അത് 28 വർഷമായി ഈ സമൂഹത്തിൽ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കാര്യപരിപാടികളിൽ സാമുദായിക സാംസ്കാരിക രംഗത്തെ മറ്റ് പ്രമുഖ വ്യക്തികളും സംബന്ധിക്കുമെന്നും SLRC പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വർണ്ണമത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ബഹുവിധ ശേഖരവുമായി വേറിട്ട പ്രദർശനം കോഴിക്കോട്ട്. ഗോൾഡ് ഫിഷ് 2015 മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ. ലോകസുന്ദരി പക്ഷി മക്കാവ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, വിസ്മയമേകുന്ന വിദേശ കോഴികൾ, മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന ടൈൽ കാറ്റ്, ചൈനീസ് ആരാധനാ മത്സ്യം അരോണ. കണ്ണുകൾക്കും കാതുകൾക്കും വിസ്മയമേകി കോംപ്ലക്സ് ഗ്രൗണ്ടിൽ പ്രദർശനം തുടരുന്നു. ഗോൾഡ് ഫിഷ് 2015. പ്രദർശനം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ഒരു വീട്ടിൽ ഒരു പെയിന്റിംഗ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു നവീനമായ ചിത്രകലാ സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചിത്രരേഖ ആർട്ട് സൊല്യൂഷൻസിന്റെ ആഭിമുഖ്യത്തിൽ സ്പാർക്ക് 2015 പെയിന്റിംഗ് പ്രദർശനവും വിൽപ്പനയും ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചലച്ചിത്രതാരം സാധിക ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ പ്രശസ്ത ഗ്രാഫിക് ഡിസൈനേഴ്സും ചിത്രകലാ പരിശീലന സ്ഥാപനവുമായ ചിത്രരേഖ ആർട്ട് സൊല്യൂഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാശാലികളായ ചിത്രകാരന്മാർക്കും ചിത്രകാരികൾക്കും അവരുടെ ചിത്രകലാ രചനകൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വേണ്ടി വേദിയൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെയും ചിത്രകാരികളുടെയും പെയിന്റിംഗ് പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്പാർക്ക് 2015 എന്ന പേരിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം പ്രശസ്ത സീരിയൽ സിനിമാ താരം സാധിക ഉദ്ഘാടനം ചെയ്തു. KA റോയ്, രാജൻ മക്കട, വർഗീസ് കളത്തിൽ, എബിൻ പത്തേര, വികാസ് കോവൂർ, മൻസൂർ, സ്വാലിഹ്, ആനന്ദവല്ലി, ശൈലജ, മഞ്ജുഷ തുടങ്ങിയ 7 ചിത്രകാരന്മാരും 4 ചിത്രകാരികളുമാണ് ഇത്തവണത്തെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. മെയ് 8 മുതൽ 11 വരെ 4 ദിവസമാണ് പ്രദർശനം നീണ്ടു നിൽക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ചിത്രരേഖ ആർട്ട് സൊല്യൂഷൻ ഡയറക്ടർ VGM, പ്രേംദാസ് ഇരുവള്ളൂർ, എക്സിബിഷൻ കോർഡിനേറ്റർ സൂരജ് എസ് എന്നിവർ സംബന്ധിച്ചു. ഒരു വീട്ടിൽ ഒരു പെയിന്റിംഗ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നവീനമായ ഒരു ചിത്രകലാ സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കുന്നതെന്ന് ചിത്രരേഖ ആർട്ട് സൊല്യൂഷൻസ് ഡയറക്ടർ പറഞ്ഞു. ആവശ്യമുള്ളവർക്ക് ഗാലറിയിലെത്തി മിതമായ നിരക്കിൽ ചിത്രങ്ങൾ വാങ്ങാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. പല കാരണങ്ങളാലും ഉപഭോക്താക്കൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് K മുരളീധരൻ MLA. ഇതിന് പ്രധാന കാരണം പരസ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള 4ാം സംസ്ഥാന സമ്മേളനവും അവാർഡ് ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് ഉപഭോക്തൃ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും അനേകാര്യങ്ങളെ ബോധവൽക്കരണത്തിലൂടെ ഉദ്ബുദ്ധരാക്കിക്കൊണ്ടും സംസ്ഥാന വ്യാപകമായി പ്രവർത്തിച്ചുവരുന്ന കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ 4ാമത് സംസ്ഥാന സമ്മേളനവും ഉപഭോക്തൃരത്ന അവാർഡ് ദാനവും നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സംസ്ഥാനതലത്തിൽ മികവ് തെളിയിച്ച വ്യക്തികൾക്ക് ഫെഡറേഷൻ വർഷം തോറും നൽകി വരുന്ന ഉപഭോക്തൃരത്ന അവാർഡ് ഈ വർഷം സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് നൽകുന്നത്. സ്വാഗത സംഘം ചെയർമാൻ AC മോഹനൻ അധ്യക്ഷനായ പരിപാടി K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. പല കാരണങ്ങളാലും ഉപഭോക്താക്കൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. ഇതിന് പ്രധാന കാരണം പരസ്യങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനത്തിന് ഉപകാരമല്ലാത്ത രീതിയിലുള്ള ചില ഉൽപ്പന്നങ്ങൾ
ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണന കേന്ദ്രമായി പലപ്പോഴും പരസ്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത്. കോഴിക്കോട് സാമൂതിരി രാജ കെ സി ഉണ്ണിയനുജൻ രാജ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ചെയർമാൻ കെ സി വിജയകുമാരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, CMP ജില്ലാ സെക്രട്ടറി CN വിജയകൃഷ്ണൻ, EP ദാമോദരൻ മാസ്റ്റർ, ജോൺ എബ്രഹാം താളനാരി, CP ഹമീദ്, PV നവീന്ദ്രൻ, പുരവൂർ രഘുനാഥ്, തോമസ് നെട്ടൂർ, അബൂബക്കർ ഹാജി, ജെയിംസ് കലാവടക്കൻ, സജി തമ്പി, ജോസ് ടി പൂണിച്ചിറ, NK സുകുമാരൻ, ഹമീദ് കാരിയാട് കണ്ണൂർ, PK ബാബു, C കരുണാകരൻ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള വൈദ്യുതി മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം നളന്തയിൽ നടന്നു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സമ്മേളനം ബോർഡിനോട് ഉന്നയിച്ചു. കേരള വൈദ്യുതി മസ്ദൂർ സംഘം BMSന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനമാണ് നളന്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം സ്വതന്ത്രമായി നടത്തേണ്ടതാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും. ജീവനക്കാരുടെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുക, വൈദ്യുതിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വൈദ്യുതോൽപാദന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള നടപടികൾ ആരംഭിക്കുക, സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും ബോർഡിന് നൽകാനുള്ള കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, ഉപഭോക്താക്കളുടെ എണ്ണത്തിന് ആനുപാതികമായി ജീവനക്കാരെ നിയമിക്കുക, കേടായ മീറ്ററുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനാവശ്യമായ പുതിയ മീറ്ററുകൾ യഥാസമയം ലഭ്യമാക്കുക, നിയമനങ്ങളും പ്രമോഷനുകളും ശമ്പള പരിഷ്കരണവും സമയബന്ധിതമായി നടപ്പിലാക്കുക, മെയിന്റനൻസ് നടത്താൻ ആവശ്യമായ മെറ്റീരിയലുകൾ ആവശ്യത്തിന് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന സർക്കാരിനോട് ഉന്നയിക്കുന്നത്. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് BMS ജില്ലാ പ്രസിഡന്റ് ആനന്ദൻ, K മോഹനൻ, ദിവാകരൻ, ദേവാനന്ദ്, വിനയൻ, ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് സയൻസ് അക്കാദമി ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി സൗജന്യ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ DDE ഗിരീഷ് ചോലയിൽ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് സയൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സൗജന്യ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത്. ജീവിതത്തെ ശാസ്ത്രം പഠിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ലൈഫ് സയൻസ് അക്കാദമി 2 വർഷമായി കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് പ്രവർത്തിക്കുന്നത്. 10ാം ക്ലാസ്സിനു ശേഷം ഇനി എന്ത് എന്ന ചോദ്യമുയർത്തുന്ന ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ലൈഫ് സയൻസ് അക്കാദമി വിദ്യാഭ്യാസ സെമിനാറിന് തുടക്കമിട്ടത്. വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസം രക്ഷിതാക്കൾ നൽകണമെന്നാണ് അക്കാദമി ആവശ്യപ്പെടുന്നത്. എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥി ഡോക്ടറും എഞ്ചിനീയറും മാത്രമാകണം എന്ന പൊതുവായ താൽപര്യം മാറ്റിയെഴുതണമെന്ന് അക്കാദമി ആവശ്യപ്പെടുന്നു. രക്ഷിതാക്കളുടെ താൽപര്യത്തിനനുസരിച്ചല്ല, വിദ്യാർത്ഥികളുടെ താൽപര്യത്തിനനുസരിച്ചായിരിക്കണം വിദ്യാഭ്യാസമെന്നും ഭാരവാഹികൾ പറഞ്ഞു. DDE ഗിരീഷ് ചോലയിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ J പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ പറയുന്ന ചാനലിൽ കൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് 3R പോയി ഇപ്പം 4C ആണ്. എന്താ 4C എന്ന് പറഞ്ഞാൽ? ഒന്ന് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സർഗാത്മകത. അതാണ് ഇന്നത്തെ പുതിയ പാഠ്യപദ്ധതിയുടെ ഒരു കൺസെപ്റ്റ്. റിട്ടയർഡ് DEO രാജഗോപാൽ, DEO ഇൻചാർജ് UK രാമചന്ദ്രൻ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് N സുഭാഷ് ബാബു, സയൻസ് അക്കാദമി പ്രസിഡന്റ് രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. 10,000-കണക്കിന് പുസ്തകങ്ങളും 60-ലധികം പ്രസാധകരുമായി ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി കഴിഞ്ഞ 4 ദിവസമായി കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവത്തിന് സമാപനമായി. KR മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകത്തെ അധികരിച്ച് സംവാദം സംഘടിപ്പിച്ചു. ജില്ലയിലെ 500ഓളം ഗ്രന്ഥശാലകൾ വാർഷിക ഗ്രാന്റ് ഉപയോഗിച്ച് പുസ്തകം വാങ്ങിയത് ഈ മേളയിൽ നിന്നായിരുന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് KR മീരയുടെ ആരച്ചാർ എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. ജൂബിലി ഹാളിൽ നടന്ന ചർച്ചയിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ AK ഗീത അധ്യക്ഷയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം അധ്യാപകൻ RVM ദിവാകരൻ, കൊടുവള്ളി ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം അധ്യാപിക EP സോണിയ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. കൊയിലാണ്ടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി P വേണു സ്വാഗതവും കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. പുസ്തകോത്സവം വെള്ളിയാഴ്ച വൈകിട്ട് 5ഓടെ സമാപിച്ചു. 100 സ്റ്റാളുകളിലായി നാഷണൽ ബുക്ക് ട്രസ്റ്റ് ബംഗളൂരു, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രീൻ ബുക്സ്, ചിന്ത പബ്ലിക്കേഷൻസ്, DC ബുക്സ്, സമത, പ്രഭാത് ബുക്സ് ഹൌസ്, കറന്റ് ബുക്സ് തുടങ്ങിയ പ്രാസാദകരുടെ പുസ്തകങ്ങളാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. അഖില കേരള വായനാ മത്സരത്തിൽ തെരഞ്ഞെടുത്ത പുസ്തകങ്ങളും ലഭിച്ചിരുന്നു. വായനാ മത്സരത്തിനുള്ള ഷേക്സ്പിയർ എന്ന സർഗവിസ്മയമാണ് പ്രഭാത് ബുക്സിലെ പ്രധാന പുസ്തകം. തോപ്പിൽ ബാസിയുടെ തെരഞ്ഞെടുത്ത കൃതികളും മാക്സിം ഗോർക്കിയുടെ അമ്മയുമെല്ലാം പ്രഭാതിന്റെ സ്റ്റാളിലുണ്ട്. പ്രാസാദന രംഗത്തെ പെൺകൂട്ടായ്മയായ
സമസ്തയുടെ സ്റ്റാളിൽ പ്രധാനം തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് നാടക പഠന പുസ്തകമാണ്. പ്രൊഫസർ എ ഉഷാകുമാരിയാണ് എഡിറ്റർ. ആങ് സാൻ സൂചിയുടെ ബർമയിൽ നിന്നുള്ള കത്തുകളും വാങ്വാരി മാതയുടെ ആത്മകഥയുമടക്കം പ്രമുഖ എഴുത്തുകാരുടെ കൃതികൾ സ്റ്റാളിലുണ്ടായിരുന്നു. UA ഖാദറിന്റെ കഥകളാണ് ചിന്ത പബ്ലിക്കേഷൻസിന്റെ സ്റ്റാളിലെ പ്രധാന ആകർഷണം. EMSന്റെ കൃതികൾ വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരായ ആശയപ്രചരണത്തിന് സഹായകരമായ ഗ്രന്ഥങ്ങളും ഈ സ്റ്റാളിൽ ദേശാഭിമാനി ബുക്സ് സജ്ജീകരിച്ചിരുന്നു. P. ഗോവിന്ദപിള്ളയുടെ കൃതികളും ഇവിടെയുണ്ടായി. പരിഷത്തിന്റെ ഗണിത കൗതുകം, എന്തുകൊണ്ട് തുടങ്ങിയ ശാസ്ത്ര പുസ്തകങ്ങൾ കുട്ടികളെ ആകർഷിച്ചു. ജില്ലയിലെ 500ഓളം ഗ്രന്ഥശാലകൾ വാർഷിക ഗ്രാന്റ് ഉപയോഗിച്ച് പുസ്തകം വാങ്ങിയത് ഈ മേളയിൽ നിന്നായിരുന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015 സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വാർത്തകൾ തുടരുന്നു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കാണ് അപേക്ഷിക്കാവുന്നത്. അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് ഫീസ് ആനുകൂല്യം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലന കോഴ്സുകളുടെ 21ാമത് ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ അയക്കാൻ പ്രായപരിധി ഇല്ല. SSLC യോഗ്യതയായുള്ള 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC, +2 യോഗ്യതയായുള്ള 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC, 2 വർഷ TTCയോ 2 വർഷ PPTTSCയോ യോഗ്യതയുള്ള 1 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC, ഡിഗ്രി യോഗ്യതയായുള്ള 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി TTC എന്നിവയാണ് കോഴ്സുകൾ. റെഗുലർ, ഹോളിഡേ, ഡിസ്റ്റന്റ് ബാച്ചുകളിൽ പഠിക്കാൻ സൌകര്യമുണ്ട്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ NCDC ന്യൂഡൽഹിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലുള്ള അധ്യാപന പരിശീലന കോഴ്സുകളുടെ 21ാമത് ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും അവർക്ക് പ്രായപരിധിയില്ല അപേക്ഷ ക്ഷണിക്കുന്നു. റെഗുലറായിട്ടും ഹോളിഡേ ആയിട്ടും ഡിസ്റ്റൻസ് ആയിട്ടുള്ള ബാച്ചുകളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9895019457 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട്, വടകര, കൊയിലാണ്ടി, താമരശ്ശേരി, പെരുവയൽ എന്നിവയാണ് ജില്ലയിലെ പഠന കേന്ദ്രങ്ങൾ. അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് ഫീസാനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9895019457 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും സാരഥികൾ പറഞ്ഞു. ഒരേ ലക്ഷ്യത്തിനായി വിഭജിച്ച് പോരാടുന്നതിനേക്കാൾ നല്ലത് യോജിപ്പാണെന്നും ഒരേ നിലപാടുള്ളവർക്കായി പൊതു പ്ലാറ്റ്ഫോം വേണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മാസ് മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ഓൾട്ടർനേറ്റീവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ സോഷ്യലിസം ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള പോരാട്ടത്തിൽ മുഖ്യധാര ഇടതു പാർട്ടികൾ മാത്രമല്ല സമാന മനസ്കരായ എല്ലാവരും ഒന്നിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ഓൾട്ടർനേറ്റീവ് സംഘടിപ്പിച്ച സോഷ്യലിസം ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ ലക്ഷ്യത്തിനായി വിഭജിച്ച് പോരാടുന്നതിനേക്കാൾ നല്ലത് യോജിപ്പാണ്. ഒരേ നിലപാടുകളുള്ളവർക്കായി പൊതു പ്ലാറ്റ്ഫോം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ കമ്പാർട്ട്മെന്റുകളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ നയങ്ങൾക്കെതിരായി ആശയപ്രകടനം നടത്തുമ്പോൾ നമുക്കെല്ലാം തൃപ്തിയുണ്ട്. പക്ഷേ അതിന്റെ ഫലം ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പ്രൊഫസർ സച്ചിൻ വിനായക് ഉദ്ഘാടനം ചെയ്തു. വർഗീയ ഫാസിസ്റ്റ് ഭരണം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ഇടത് പുരോഗമന ശക്തികളും ഒന്നിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ KN അജയ്കുമാർ അധ്യക്ഷനായിരുന്നു. AM സോമശേഖരൻ, PC ഉണ്ണിച്ചക്കൻ, PJ ജെയിംസ്, PT ഹരിദാസ്, ഡോക്ടർ ആസാദ്, ഗിരീഷ് തിവാരി, ജോണി സെബാസ്റ്റ്യൻ, ഡോക്ടർ P പ്രസാദ്, അശോക് മുഖർജി, കുനാൽ ചതോപാധ്യായ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേഡിയം യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും KP കേശവമേനോൻ ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി K സേതുമാധവൻ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേഡിയം യൂണിറ്റിന്റെ 21ാം വാർഷിക സമ്മേളനം KP കേശവമേനോൻ ഹാളിൽ തയ്യാറാക്കിയ മുഹമ്മദ് അലി നഗറിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് EK അബ്ദുള്ള അധ്യക്ഷം വഹിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി C ഷിനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു.
യൂണിറ്റ് ജനറൽ സെക്രട്ടറി മനാഫ് കാപ്പാട്, യൂണിറ്റ് ഖജാൻജി എം അഹമ്മദ് കോയ ഹാജി, ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് മൂത്താടത്ത്, ജില്ലാ സെക്രട്ടറി കെ സേതുമാധവൻ എന്നിവർ സംബന്ധിച്ചു. പുതിയ കമ്മിറ്റിക്ക് അനുമോദനം അർപ്പിച്ച് ജില്ലാ സെക്രട്ടറി എം ഷാഹുൽ ഹമീദ്, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് എ കെ മൻസൂർ, നോർത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി എം വേണുകുമാർ, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് ബാബുമാൻ, വി പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഇ കെ അബ്ദുള്ളയെ പ്രസിഡന്റായും മനാഫ് കാപ്പാടിനെ ജനറൽ സെക്രട്ടറിയായും അരുൺകുമാറിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. 21-അംഗ എക്സിക്യൂട്ടീവിൽ നിന്നുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പ്രേംകുമാർ. ഇത് സാധാരണക്കാരെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ FSCTU നേതൃത്വത്തിൽ സെൻട്രൽ ലൈബ്രറിക്ക് സമീപം നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് FSCTയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ധർണ നടത്തി. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. താങ്ങാവുന്നതിലപ്പുറത്തേക്കുള്ള ഭാരങ്ങളാണ് ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലായി പലതരത്തിൽ സാധാരണക്കാരന്റെ ജീവിതം 10 മടങ്ങ് ദുരിതമയമാക്കുന്ന നടപടികളുമായി ഈ ഗവൺമെന്റ് അനസ്യൂതം മുന്നോട്ട് പോവുകയാണ്. വൻതോതിൽ വർഗീയത ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളുടെ വൻ സഹായത്തോടു കൂടിയാണ് മോഡി ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലെത്തുന്നത്. KST സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുരേഷ് കുമാർ, KGOA ജില്ലാ സെക്രട്ടറി PP സുധാകരൻ, KMCNCU പ്രതിനിധി ബൈജു, PSCU പ്രതിനിധി CC ഷെറീന എന്നിവർ സംസാരിച്ചു. FSCTU ജില്ലാ സെക്രട്ടറി M മുരളീധരൻ സ്വാഗതം പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യസഭാ MPയുടെ പ്രാദേശിക വികസന ഫണ്ടും NRHM ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ടും ഉപയോഗിച്ചാണ് പുതിയ IP ബ്ലോക്ക് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നിലവിലുള്ള പഴയ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. IP ബ്ലോക്കിലേക്ക് ആധുനിക സംവിധാനങ്ങൾക്കായി 15 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ തിങ്കളാഴ്ച നിർവഹിക്കും. MK രാഘവൻ MP ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. സമ്പോധ് ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പൂന്തേനരുവി മധ്യവേനൽ അവധി ക്യാമ്പ് മെയ് 13 മുതൽ 19 വരെ കല്ലായി ഗവൺമെന്റ് ഗണപത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പൂന്തേനരുവി ക്യാമ്പിന് സമ്പോധ് ഫൌണ്ടേഷൻ കേരള ഘടകം മുഖ്യാചാര്യനായ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി നേതൃത്വം നൽകും. രജിസ്റ്റർ ചെയ്യാൻ 8547690774 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും സാരഥികൾ പറഞ്ഞു. കോഴിക്കോട്ടെ ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ 3ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പച്ചക്കുട കുടുംബ സംഗമം മെയ് 12 വൈകുന്നേരം 6 മണിക്ക് ദേശപോഷിണി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ജൈവ കാർഷിക രീതിയിലേക്ക് തിരിഞ്ഞവർ ഈ പച്ചക്കുട സംഗമത്തിലെത്തി തങ്ങളുടെ കാർഷികാനുഭവങ്ങളും നല്ല ഭക്ഷണ രീതിയിലേക്ക് പ്രവേശിച്ചവർ തങ്ങളുടെ പുതിയ ഭക്ഷണ രീതിയും പങ്കുവയ്ക്കും. പരിപാടിയിൽ MK പ്രേമജം, A പ്രദീപ് കുമാർ, PT അബ്ദുൽ ലത്തീഫ്, കിഷൻ ചന്ദ്, കമാൽ വരദൂർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് ഗ്രീൻ വ്യൂ പ്രസിഡന്റ് MP രജുൽ കുമാർ പറഞ്ഞു. കോഴിക്കോട് സിറ്റി പൌരസമിതിയുടെ 22ാമത് വാർഷിക സമ്മേളനം മെയ് 12 ഉച്ചയ്ക്ക് 2 മണിക്ക് ടൌൺ ഹാളിൽ നടക്കുമെന്ന് കോഴിക്കോട് സിറ്റി പൌരസമിതി പ്രതിനിധികൾ പറഞ്ഞു. സമ്മേളനം AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. മുൻ MLA PMA സലാം മുഖ്യാതിഥിയായിരിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളികേര നീര കർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയിലും വാഗ്ദാന ലംഘനത്തിലും പ്രതിഷേധിച്ച് നാളികേര ഉൽപാദന കമ്പനികളുടെ കൂട്ടായ്മയായ കൺസോർഷ്യം ഓഫ് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനീസ് ഇൻ കേരള മെയ് 11 കളക്ടറേറ്റുകൾക്ക് മുൻപിൽ ധർണ നടത്തും. 11 മണിക്കാണ് ധർണ സമരം തുടങ്ങുക. ഇതേ ആവശ്യമുന്നയിച്ച് മെയ് 18 മുതൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും കൺസോർഷ്യം ഓഫ് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനീസ് ഇൻ കേരള ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുന്നിയൂർ ഹൈസ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കർമ്മസമിതി നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസ് മാർച്ച്. ആർക്കെതിരെ അന്വേഷണം വന്നാലും അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നതാണ് UDF നയമെന്ന് K മുരളീധരൻ MLA. UDF മേഖലാ യാത്ര നിശ്ചയിച്ച പോലെ നടക്കുമെന്നും K മുരളീധരൻ. NGO യൂണിയൻ നേതാവിന്റെ അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് NGO യൂണിയൻ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.